ഹായ് ഫ്രണ്ട്സ്, മഴത്തോർന്നുമ്മയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രോഹിത് ഒരു തെറ്റും ചെയ്തിട്ടില്ല, നിരപരാധിയാണെന്നുള്ള കാര്യം ശരണ്യ അലീനയോട് പറഞ്ഞു എന്നുള്ള കാര്യം മനസ്സിലാക്കി പലരും ശരണ്യയെ കാണാനായി എത്തുന്നുണ്ട്. അവരെല്ലാവരും തന്നെ ശരണ്യയോട് പറയുന്നത് അലീനയെ ഒരിക്കലും വിശ്വസിക്കരുതെന്നും രോഹിത് തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം മറ്റാരൊരിക്കലും നീ തുറന്നു പറയാൻ പാടില്ല എന്നൊക്കെയാണ്. അങ്ങനെ നീ മറ്റാരോടെങ്കിലും തുറന്നു പറഞ്ഞാൽ നിനക്ക് ഞങ്ങൾ വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജോലിയോ വീടോ ഒന്നും തന്നെ കിട്ടില്ല. ഒരു അതിജീവിത അല്ലെങ്കിൽ കൂട്ടബലാത്സംഗത്തിന് ഇരയായ ഒരു പെൺകുട്ടി, അവൾ എങ്ങനെയാണോ ഇനിയുള്ള ജീവിതകാലം മൊത്തം കഴിഞ്ഞു കൂട്ടേണ്ടത് ആ രീതിയിലായിരിക്കണം നീ ഇനി ജീവിക്കേണ്ടത് എന്നിങ്ങനെയുള്ള രീതിയിലുള്ള സംസാരങ്ങളാണ് കേട്ടോ എല്ലാവരിൽ നിന്നും അവൾക്ക് കേൾക്കേണ്ടി വരുന്നത്. നീ ഇനി ഒരിക്കലും പുറത്തിറങ്ങരുത്, ഒരു ആഘോഷങ്ങളിലോ ഒന്നും പങ്കെടുക്കാൻ പാടില്ല, നിനക്കിനി സന്തോഷകരമായൊരു ജീവിതം തന്നെ നിൻ്റെ ലൈഫിലേ ഇല്ല. നീ വിഷമത്തിലാണ്, നീ ഒരു മാനഭംഗപ്പെട്ട പെൺകുട്ടിയാണ്, ആ രീതിയിലായിരിക്കണം നീ ജീവിക്കേണ്ടത്. ഇനി നിനക്ക് പഠിക്കാൻ പോകാനോ ഒരു ജോലിക്ക് പോകാനോ ഒന്നും തന്നെ സാധിക്കില്ല. നിനക്ക് ഞങ്ങൾ ഒരു ജോലി വാങ്ങിത്തരും, നല്ലൊരു വീട് വെച്ച് തരും, അല്ലാതെ നീ എന്തിനും പുറത്തിറങ്ങേണ്ട ആവശ്യമേ വരുന്നില്ല. നീ ഒരു അതിജീവിതയായി തന്നെ ഇനിയുള്ള ജീവിതകാലം മൊത്തം തുടരണം, എങ്കിൽ മാത്രമേ നിനക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ലഭിക്കുകയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അതുമാത്രമല്ല, ഇനി നീ രോഹിത് കുറ്റക്കാരനല്ല എന്ന് ആരോടെങ്കിലും പറഞ്ഞാൽ നിന്നെ മോശക്കാരിയായിട്ട് മാത്രമേ ഈ സമൂഹം കാണുകയുള്ളൂ. അലീന ഒരിക്കലും നിന്നെ രക്ഷിക്കാനോ സംരക്ഷിക്കാനോ വേണ്ടിയല്ല നോക്കുന്നത്. അവൾ ജോലി ചെയ്യുന്ന വീട്ടിലെ പയ്യനെ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തണം, അതിനു വേണ്ടിയിട്ടാണ് അവൾ നിന്നെ കാണാൻ വരുന്നത്. നിന്നോട് കൂട്ടുകൂടിയും നിന്നോട് സ്നേഹം നടിച്ചും അവളുടെ വീട്ടിലെ ആ പയ്യനെ രക്ഷപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് നിൻ്റെ അരിക്ക് ചുറ്റിപ്പറ്റി ഇങ്ങനെ നിൽക്കുന്നത് എന്നുള്ള രീതിയിലുള്ള സംസാരങ്ങളാണ് അവൾ കൂടുതലായും കേൾക്കേണ്ടി വരുന്നത്. പക്ഷേ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അലീനയെ അവിശ്വസിക്കാനോ തെറ്റിദ്ധരിക്കാനോ ശരണ്യ ഒരിക്കലും ഒരുക്കമായിരുന്നില്ല. അലീന ചേച്ചി ഇതുവരെ തനിക്ക് നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. താനിപ്പോൾ ഇങ്ങനെ എഴുന്നേറ്റ് നടക്കാനും അതുപോലെ പഠിക്കണമെന്നുള്ളൊരാഗ്രഹം മനസ്സിൽ തോന്നാനും ഇനി സ്കൂളിൽ പോകണമെന്നുള്ള ആഗ്രഹങ്ങളൊക്കെ മനസ്സിലേക്ക് കൊണ്ടുവന്നതും അലീന ചേച്ചി മാത്രമാണ്. അങ്ങനെയുള്ള അലീന ചേച്ചി ആരൊക്കെ ഇനി എന്തെല്ലാം പറഞ്ഞാലും തനിക്ക് അവിശ്വസിക്കാൻ കഴിയില്ല എന്ന നിലപാടിലായിരുന്നു ശരണ്യ. അതുപോലെ തന്നെ ആരൊക്കെ ശിക്ഷിക്കപ്പെട്ടാലും തെറ്റ് ചെയ്യാത്തവർ ഒരിക്കലും ശിക്ഷിക്കപ്പെടരുത് എന്നായിരുന്നു ശരണ്യയുടെ മനസ്സിൽ. അതുകൊണ്ട് തന്നെ ഒരു തെറ്റും ചെയ്യാത്ത രോഹിത്തിനെ കുറ്റവാളിയാക്കാനോ നിയമത്തിൻ്റെ മുമ്പിൽ ഇട്ടുകൊടുക്കാനോ ശരണ്യയ്ക്ക് മനസ്സ് വന്നില്ല. ഒരു തെറ്റും ചെയ്യാതെ തന്നെ ഒന്ന് ഉപദ്രവിക്കാൻ പോലും കൂട്ടാക്കാതെ മാറി നിന്ന രോഹിത്ത് ഒരിക്കലും കുറ്റക്കാരനല്ല. എല്ലാവരും കൂടെ നിർബന്ധിച്ച് അവനെ ഈ കുരുക്കിൽ പെടുത്തിയതാണ്, എന്നെക്കൊണ്ട് അന്നങ്ങനെ പറയിപ്പിച്ചതാണ്. ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്നൊരു തത്വത്തിൽ ഞാനിപ്പോൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും രോഹിത്തിന് ശിക്ഷ കിട്ടാൻ പാടില്ല. ആ ഒരു ചിന്ത അവളുടെ മനസ്സിനെ വല്ലാതെ അലട്ടിക്കൊണ്ടിരുന്നു. ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും അവളുടെ അരികെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നീട് അലീനയെ ആ വീട്ടിലേക്ക് കയറ്റാൻ പോലും അവിടെ ആരും തയ്യാറായിരുന്നില്ല. ഇനിയും അലീന ആ വീട്ടിലേക്ക് വന്നാൽ ശരണ്യയെ കണ്ട രോഹിത്തിനെ രക്ഷപ്പെടുത്തുന്ന കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും വരുന്നത് എന്ന ചിന്താഗതിയാണ് അത്. ശരണ്യയുടെ വീട്ടുകാരും ബന്ധുക്കളും കൂട്ടുകാരും ആരും തന്നെ അലീനയെ ആ വീട്ടിലേക്ക് കയറ്റിയിരുന്നില്ല. അതിന് കാരണം തന്നെ രോഹിത്തിനെ രക്ഷിക്കാൻ വേണ്ടി ശരണ്യയോട് അലീന ശുപാർശ ചെയ്യും എന്നുള്ള ചിന്താഗതി കൊണ്ട് മാത്രമായിരുന്നു. എന്നാൽ ശരണ്യയുടെ മനസ്സിൽ രോഹിത്ത് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള വിവരം എല്ലാവരുടെയും മുന്നിൽ തുറന്നു പറയുക തന്നെ ചെയ്യും എന്നുള്ള ഉറച്ച തീരുമാനത്തിൽ തന്നെയായിരുന്നു. ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്നെ തടഞ്ഞാലും ഞാൻ ഒരിക്കലും അത് പറയില്ല. എന്നെ ഉപദ്രവിച്ചത് ബാക്കി 3 പേരാണ്. രോഹിത് തന്നെ ഒന്ന് തൊടുക പോലും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ബാക്കി 3 പേര് ശിക്ഷിക്കപ്പെട്ടാലും ഒരിക്കലും രോഹിത്ത് ശിക്ഷിക്കപ്പെടാൻ പാടില്ല. ഈ ഒരു കാരണം കൊണ്ട് തന്നെ രോഹിത്തും അവൻ്റെ വീട്ടുകാരും ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. അവർ വല്ലാത്തൊരു നാണക്കേടിലേക്കാണ് ചെന്നുപെട്ടിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ വീട്ടുകാർ അനുഭവിക്കുന്ന അതേ അപമാനവും നാണക്കേടും തന്നെയല്ലേ ഒരു തെറ്റും ചെയ്യാത്ത രോഹിത്തിൻ്റെ വീട്ടുകാരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവരും ഇതേ നാണക്കേടിലൂടെ അപമാനത്തിലൂടെ തന്നെയല്ലേ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു തെറ്റും ചെയ്യാത്ത രോഹിത്ത് ഒരാൾ എന്തിനാണ് ശിക്ഷിക്കപ്പെടുന്നത്? തെറ്റ് ചെയ്തവർ മാത്രം ശിക്ഷിക്കപ്പെട്ടാൽ മതി. ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും ശരണ്യയുടെ മനസ്സിലേക്ക് ഓടി എത്തുന്നുണ്ട്. അവസാനം ശരണ്യ ഒരു തീരുമാനമെടുക്കുന്നുണ്ട്. ഒന്നെങ്കിൽ കോടതിയിൽ വെച്ച് മൊഴിമാറ്റി പറഞ്ഞ് രോഹിത്തിനെ രക്ഷിക്കുക, അല്ല എങ്കിൽ ഒരു പ്രസ് മീറ്റും എല്ലാം വിളിച്ച് അതിൽ രോഹിത്തിനെ പറ്റിയുള്ള കാര്യങ്ങൾ സംസാരിക്കുക.
എന്തായാലും അലീനയോടൊന്ന് ചോദിച്ചു നോക്കാം. എന്തായാലും ഇനി ഈ സത്യങ്ങൾ ഒരു കാരണവശാലും ഞാൻ മൂടി വയ്ക്കില്ല. എല്ലാവരോടും ഞാൻ തുറന്നു പറയും. ഇനിയും ഒരു ഇരയായിട്ട് ജീവിക്കാൻ എന്നെ കിട്ടില്ല. ഞാൻ എൻ്റെ പഠിത്തം തുടരും. അതുപോലെ ഇവരൊക്കെ വാഗ്ദാനം ചെയ്യുന്ന പോലുള്ള വീട്, ജോലി, ഇതൊന്നും എനിക്ക് കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല. സത്യം എന്താണെന്ന് ലോകം അറിയണം. എന്നെക്കൊണ്ട് നിർബന്ധിച്ച് പോലീസുകാരും അതേപോലെ രാഷ്ട്രീയ പ്രവർത്തകരും കൂടി പറയിപ്പിച്ചതാണ് ആ പേര്. ഇക്കാര്യമെല്ലാം എല്ലാവരും അറിയണം എന്നുള്ള ഉറച്ച തീരുമാനത്തിൽ തന്നെയായിരുന്നു ശരണ്യ. അങ്ങനെ ശരണ്യ ആരും അറിയാതെ തൻ്റെ അനുജനോട് പറഞ്ഞ് അലീനയുമായിട്ട് കണ്ടുമുട്ടാനുള്ള വഴികളൊക്കെ കണ്ടെത്തുന്നുണ്ട്. അങ്ങനെ ആരും അറിയാതെ തന്നെ അലീനയും ശരണ്യയും തമ്മിൽ കാണുന്നുണ്ട്. അങ്ങനെ ശരണ്യ അലീനയോട് പറയാണ്, ചേച്ചി സത്യങ്ങളെല്ലാം തുറന്നു പറയാൻ ഞാൻ തയ്യാറാണ്. എങ്ങനെ വേണമെന്ന് ചേച്ചി പറഞ്ഞാൽ മതി. കോടതിയിൽ വെച്ച് വേണമെങ്കിൽ അങ്ങനെ, അല്ല വല്ല പത്രസമ്മേളനം വിളിച്ച് വേണം പറയാനെങ്കിൽ അങ്ങനെ, എന്തിനും ഞാൻ തയ്യാറാണ്. ഞാൻ കാരണം ഒരു നിരപരാധിയും ഒരിക്കലും ശിക്ഷിക്കപ്പെടരുത്. ഒരു തെറ്റും ചെയ്യാതെ രോഹിത്ത് ഈ ശിക്ഷ അനുഭവിക്കാൻ പാടില്ല. അങ്ങനെ സംഭവിച്ചാൽ ആ ഒരു വിഷമം ജീവിതകാലം മുഴുവൻ എൻ്റെ ഉള്ളിൽ നിന്ന് പോകില്ല. ഇപ്പോഴാണെങ്കിൽ കൂടി അയാൾ മാത്രമല്ലല്ലോ ആ വിഷമം അനുഭവിക്കുന്നത്. അയാളുടെ വീട്ടുകാരും ബന്ധുക്കളും എല്ലാം തന്നെ ആ ഒരു അപമാനം പേറിയല്ലേ നടക്കുന്നത്. അതൊന്നും എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല ചേച്ചി. അതുകൊണ്ട് സത്യം എന്തായാലും പുറത്തു വരണം എന്നിങ്ങനെ ശരണ്യ പറയാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട്, മോളെ നീ ഇത് നന്നായി ആലോചിച്ചിട്ട് തന്നെയാണോ ഈ പറയുന്നത്? മറ്റുള്ളവരാരും പറയുന്നത് കേട്ട് നീ ഒരിക്കലും തീരുമാനമെടുക്കരുത്. നീ നന്നായി ആലോചിച്ചതിന് ശേഷം മാത്രം നീ തീരുമാനമെടുക്കുക. ഞാൻ പോലും നിന്നോട് അത് ഇത് ചെയ്യുമെന്നും പറഞ്ഞ് ഒന്നിനും നിർബന്ധിക്കില്ല. അങ്ങനെ ചെയ്താൽ നിനക്കപ്പോൾ തോന്നും ഞാൻ നിന്നോട് കാണിച്ച സ്നേഹവും പരിഗണനയും ലാളനയും ഒക്കെ ഇതിനു വേണ്ടിയിട്ടായിരുന്നു എന്ന് നിനക്ക് തന്നെ തോന്നിപ്പോവും. ഞാൻ നിന്നെ ചതിക്കുമായിരുന്നു എന്ന് നിനക്ക് തോന്നിപ്പോവും. അപ്പോൾ ശരണ്യ പറയുന്നുണ്ട്, ഇല്ല ചേച്ചി, ഒരിക്കലുമില്ല. ഞാനിപ്പോൾ എല്ലാവരും മുന്നിൽ ഇങ്ങനെ സന്തോഷത്തോടിരിക്കാനും ചിരിച്ച് കളിച്ച് നടക്കാനും നേരെ നിവർന്ന് നിന്ന് സംസാരിക്കാനും ഒക്കെ പറ്റുന്ന അവസ്ഥയിലേക്ക് എന്നെ മാറ്റിയത് ചേച്ചി ഒരാൾ മാത്രമാണ്. ആ ചേച്ചിക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യുന്നതിന് എനിക്കൊരു കുറ്റബോധമോ തെറ്റിദ്ധാരണയോ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഇതൊന്നും ഞാനിപ്പോൾ ചേച്ചിക്ക് വേണ്ടി ചെയ്യുന്നതല്ല, എൻ്റെ മനസാക്ഷിക്ക് വേണ്ടി ചെയ്യുന്നതാണ്. അന്ന് എനിക്ക് അങ്ങനെ ചെയ്യാൻ മാത്രമേ നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ. പോലീസുകാരും രാഷ്ട്രീയക്കാരും ഒക്കെ പറഞ്ഞതനുസരിച്ച് എനിക്ക് ആ പേര് പറയേണ്ടി വന്നു. പക്ഷേ ഇന്നെനിക്ക് ആത്മധൈര്യമുണ്ട്. എന്തിനെ നേരിടാനുള്ളൊരു തൻ്റെ ഇടമുണ്ട്. അതെനിക്ക് തിരികെ തന്നത് ചേച്ചിയാണ്. അതുകൊണ്ട് സത്യം ഞാൻ തുറന്നു പറയുക തന്നെ ചെയ്യും. ഞാൻ കാരണം ഒരിക്കലും ഒരു തെറ്റും ചെയ്യാത്ത ഒരാൾ, ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുത്. അതാണ് എൻ്റെ ആഗ്രഹം. ഇതൊന്ന് ചേച്ചിയെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ചേച്ചിയെ വിളിപ്പിച്ചത്. ഇത് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചേച്ചി ചെയ്തു. ഉറപ്പായിട്ടും ഞാൻ ചേച്ചിയുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ശരണ്യ എല്ലാ കാര്യങ്ങളും അലീനയോട് പറയുന്നുണ്ട്. അലീന ശരണ്യയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം അവിടെ നിന്ന് തിരിച്ചെത്തിയ അലീന നടന്ന കാര്യങ്ങളെല്ലാം തന്നെ ബാലേന്ദ്രനോട് പറയുന്നുണ്ട്. ശരണ്യ ഇപ്പോൾ സത്യങ്ങളെല്ലാം തുറന്നു പറയാൻ തയ്യാറാണെന്ന്. ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അതിന് നിങ്ങൾ തമ്മിൽ എപ്പോഴാണ് കണ്ടത്? അപ്പോൾ ഇന്നടുത്ത് വെച്ച് അവളുടെ അനിയനെയും കൂട്ടി വന്നിരുന്നു. അവിടെ വെച്ചാണ് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചതെന്നും അവളെല്ലാം തുറന്നു പറയാൻ തയ്യാറാണെന്ന് പറഞ്ഞ കാര്യവും അലീന ബാലേന്ദ്രനോട് പറയുന്നുണ്ട്. അങ്ങനെ ബാലചന്ദ്രൻ ശരണ്യയുടെ വീട്ടിലേക്ക് മീഡിയാസിനെ പറഞ്ഞു വിടുന്നുണ്ട്. ആദ്യമൊക്കെ ശരണ്യയുടെ വീട്ടുകാരെ എതിർക്കുന്നുണ്ടെങ്കിലും ശരണ്യ ധൈര്യത്തോടുകൂടി തൻ്റെ ഇടത്തോടുകൂടി മീഡിയയുടെ മുന്നിലേക്ക് എത്തുകയാണ്. അങ്ങനെ മീഡിയാസിൻ്റെ മുന്നിൽ വെച്ച് ശരണ്യ സത്യം തുറന്നു പറയുകയാണ്. എന്നെ രോഹിത് ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അന്ന് പോലീസും അതേപോലെ രാഷ്ട്രീയക്കാരുടെ നിർബന്ധത്തിനും പ്രേരണയ്ക്കും വഴങ്ങിയാണ് ഞാൻ അന്ന് രോഹിത്തിൻ്റെ പേര് നിങ്ങളോട് പറഞ്ഞത്. അന്ന് തന്നെ ഇക്കാര്യമെല്ലാം ഞാൻ പോലീസുകാരോട് പറഞ്ഞതാണ്, രോഹിത് എന്നെ ഒന്നും ചെയ്തിട്ടില്ല എന്ന്. എന്നാൽ കേസിന് ബലം കിട്ടാൻ വേണ്ടി 4 പേരുടെ പേരും വെക്കണമെന്ന് പറഞ്ഞ് അവരാണ് നിർബന്ധിച്ച് രോഹിത്തിൻ്റെ പേര് കൂടി പ്രതിപ്പട്ടികയിൽ ചേർത്തത്. ശരിക്കും രോഹിത് എന്നെ ഒന്നും തൊട്ടിട്ടില്ല, എൻ്റെ ദേഹത്ത് സ്പർശിച്ചിട്ടില്ല, ഒരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്യാത്ത ഒരാളും ശിക്ഷിക്കപ്പെടാൻ പാടില്ല. ഇന്നെങ്കിലും ഞാൻ ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഈ സമൂഹത്തോട് തന്നെ ചെയ്യുന്ന വലിയൊരു തെറ്റായിരിക്കും അത് എന്നൊക്കെ ശരണ്യ തുറന്നു പറഞ്ഞ് എല്ലാവർക്കും മുന്നിൽ തന്നെ ഒരു മാതൃകയാവുകയാണ്. അങ്ങനെ കോടതിയിൽ വെച്ച് ശരണ്യ മൊഴിമാറ്റി പറയും. അത് അങ്ങനെ രോഹിത് ഈ കേസിൽ നിന്ന് പുറത്താവുകയും അങ്ങനെ രക്ഷപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇക്കാര്യങ്ങളിലെല്ലാം അലീന വഴിയാണ് സംഭവിച്ചതെന്നൊക്കെ അറിഞ്ഞ് എല്ലാവർക്കും ഒരുപാട് സന്തോഷമാവുന്നുണ്ട്.